നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ചിമ്മിനി പ്രോബ്ലമാണ്. അതായത് തെർമലിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഗിവൺ പ്രോബ്ലം ഉണ്ട് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഗിവൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ചിമ്മിനിയാണ്. മേളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചിമ്മിനി ഇരിക്കുക, ചുറ്റും എന്തുണ്ട്, ഒരു ബ്രിക്ക് ഉണ്ട്, അതിൻ്റെ അകത്തൊരു കോൺക്രീറ്റ് ആയിട്ടൊരു ലെയർ ഉണ്ട്. അപ്പോൾ രണ്ട് മെറ്റീരിയൽസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ദി ഇന്നർ ലെയർ ഇസ് കൺസ്ട്രക്റ്റഡ് ഫ്രം കോൺക്രീറ്റ് വിത്ത് എ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് 0.07. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹൈറ്റിലും ഇഞ്ചസിലുമാണ്. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ SI യൂണിറ്റ്സ് അല്ല. പക്ഷേ നമുക്കറിയാം ആൻസേഴ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്സ് അനുസരിച്ച് ഇക്വലൻ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. സോ ഡസൻറ്റ് മാറ്റർ, എല്ലാം ഒരേപോലത്തെ യൂണിറ്റ്സ് ആണെന്ന് എൻഷുർ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദി ഔട്ടർ ലെയർ ഓഫ് ദി ചിമ്മിനി ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ബ്രിക്ക് വിത്ത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് 0.04. ദി ടെമ്പറേച്ചർ ഓഫ് ദി ഇൻസൈഡ് സർഫസ് ഓഫ് ദി ചിമ്മിനി ഈസ് അസ്യൂംഡ് ടു ബി 140. അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി ഫാരൻഹൈറ്റും ഔട്ട്സൈഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി ഫാരൻഹൈറ്റുമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിലും അതിനകത്ത് നമ്മൾ പറയുന്ന അകത്ത് ഗ്യാസസ് ഉണ്ട്, അതിൻ്റെ കൺവെക്ഷൻ കോയിഫിഷ്യൻ്റ് ഇത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പുറത്ത് എയർ ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറും കൺവെൻഷനും കോയിഫിഷ്യൻ്റും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലം മോഡൽ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാനായിട്ട് ആദ്യം നമുക്ക് ആൻസേഴ്സിൻ്റെ മെക്കാനിക്കൽ APDയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം പ്രിഫറൻസസ് ഏതിലേക്കാണ് പോകേണ്ടത്, തെർമലിനകത്തേക്കാണ്. ഓക്കെ, പ്രീ പ്രോസറിനകത്തേക്ക് കയറുക, എലമെൻറ്റ് ടൈപ്പ് കൊടുക്കുക, ആഡ് എഡിറ്റ് ഓർ ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ടൈപ്പാണ്, ലിങ്ക് ആണോ വേണ്ടത്, സോളിഡ് ആണോ വേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടുന്ന എലമെൻറ്റ്. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് എലമെൻ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ സോളിഡ് എലമെൻ്റ് ആണ്. സോളിഡ് എലമെൻറ്റിനകത്ത് നമുക്ക് ഒന്നുകിൽ 4 നോട്ട് എടുക്കാം അല്ലെങ്കിൽ 8 നോട്ട് എടുക്കാം. സോ വി ഗോ വിത്ത് 4.55. ഓക്കെ, കോഡ് 4.55 ആണ്. ഞാൻ ഓക്കെ കൊടുത്തു. സോ പ്ലെയിൻ 55 എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ്. എനിക്കിവിടെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, കണ്ടക്ഷനുള്ള 2 എലമെൻറ്റ്സ്. സോ ഒറ്റ എലമെൻറ്റ് കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടക്ഷൻ എല്ലാം കൂടെ നമ്മൾ ഒറ്റ എലമെൻറ്റാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും കണ്ടക്ഷൻ എല്ലാം കൂടെ ഒറ്റ എലമെൻറ്റ്. നേരത്തെ കൺവെക്ഷനാണ് രണ്ടാമത്തെ ഒരു എലമെൻറ്റ് കൊടുത്തു, ഇവിടെ അതൊന്നും ഇല്ല. അപ്പോൾ പ്ലെയിൻ 55 കൊടുത്തു. അടുത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ടത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കൊടുക്കാം. മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനകത്ത് മെറ്റീരിയൽ മോഡൽസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. നമുക്കതിനെ മോഡൽ നമ്പർ 1 എന്ന് വിളിക്കാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ അത് 0.07 തന്നിട്ടുണ്ട്. അടുത്തത് നമുക്കുള്ളത് ബ്രിക്കാണ്. ബ്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് മോഡൽ നമ്പർ 2 എന്ന് വിളിക്കാം. അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 0.04 ആണ്. സോ ഇതാണ് നമ്മൾ അടുത്തത് കൊടുക്കാൻ പോകുന്നത്. സോ മെറ്റീരിയൽ മോഡൽസിനകത്ത് കയറി തെർമൽ കണ്ടക്ടിവിറ്റി ഐസോട്രോപ്പിക് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ 0.07. സോ 0.07. ഓക്കെ, അടുത്തത് ന്യൂ മോഡൽ പ്രപ്പോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അവിടെ എന്ന് പറയുന്നത് 0.04 ആണ് വാല്യൂ. സോ നമ്മൾ 2 വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ നേരെ മോഡലിങ്ങിലേക്ക് പോവുകയാണ്. സോ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബ്രിക്ക് മാത്രം ക്രിയേറ്റ് ചെയ്യും. അതായത് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 26/26 ആണ് ഔട്ടർ ഡയമെൻഷൻ. ഇന്നർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 14/14 ആണ്. സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 14/14 ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രിക്കിൻ്റെ ആ ഒരു ലെയർ മാത്രമായിട്ട് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യും. സോ മോഡലിങ്ങിനകത്തേക്ക് പോവുക, ക്രിയേറ്റ് ഏരിയാസിൽ ഞാൻ റെക്റ്റാങ്കിളാണ്. ബൈ സെൻറ്റർ ആൻഡ് കോർണർ എടുക്കാം. സെൻറ്റർ ആൻഡ് കോർണർ എന്ന് പറയുമ്പോൾ ഞാൻ 0, അടുത്തത് 26 ആണ്. സോ 26 ഓക്കെ കൊടുക്കുമ്പോൾ എനിക്ക് സെൻറ്റർ ഇവിടെ വെച്ചുകൊണ്ട് എനിക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. ഇനി അടുത്ത് എനിക്ക് എത്ര ഡിലീറ്റ് ചെയ്യേണ്ടത്, ഈ ബ്രിക്ക് മാത്രമാകുമ്പോഴത്തേക്ക് 14/14 ഒരു ഹോള് വേണ്ട അവിടെ. എഗെയിൻ സെൻറ്റർ കോർണർ കൊടുത്തിട്ട് 0, 14. ഇവിടെ 0 കൊടുക്കുന്നതിൻ്റെ കാര്യം ഇത് സിമെട്രിക് ആയിട്ട് പോകുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ ഈ കോർണർ ബൈ കോർണർ ആൻഡ് ഹൈറ്റ് വിഡ്ത്ത് മെത്തേഡാണെങ്കിൽ ഓരോ കോർണറിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഓക്കെ കൊടുത്തു. അപ്പം ഞാനിവിടെ 2 ഏരിയാസ് ക്രിയേറ്റ് ചെയ്തു. ഒന്നെന്ന് പറയുന്ന വലിയൊരു റെക്റ്റാങ്കിൾ, ഒന്നെന്ന് പറയുന്ന ചെറിയ റെക്റ്റാങ്കിൾ. ഇനി വലിയ റെക്റ്റാങ്കിൾ മൈനസ് ചെറിയ റെക്റ്റാങ്കിൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബ്രിക്ക് മാത്രമുള്ള ഏരിയ കിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിനകത്ത് ബൂളിയൻസിനകത്ത് സബ്ട്രാക്റ്റിനകത്ത് ഏരിയ സബ്ട്രാക്റ്റ് കൊടുക്കുകയാണ്. ആദ്യം വലിയ ഏരിയ പിക്ക് ചെയ്യും. അപ്പോൾ പിക്ഡ് ഏരിയ 1 ആണ് ഓക്കെ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കും. അപ്പോൾ 1 എന്ന് പറയുന്ന ഏരിയ അതിനകത്ത് സേവ് ആയി. മൈനസ് ചെയ്യുന്നതിൻ്റെ എ മൈനസ് ബിക്കകത്ത് എ എന്ന് പറയുന്നത് ഏരിയ അതിനകത്ത് സേവ് ആവണമെങ്കിൽ ഇവിടെ ഓക്കെ കൊടുത്താലേ ആവുള്ളൂ. അടുത്ത രണ്ടാമത്തെ ഏരിയ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ഇതാണ് എനിക്കിനി ബി എന്ന് പറയുന്ന ഏരിയ അല്ല, നെക്സ്റ്റ് അടിക്കാം. ഇതാണ് ബി എന്ന് പറയുന്ന ഏരിയ അല്ലേ? അപ്പം ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. ഇതാണ് ബി എന്ന് പറയുന്ന ഏരിയ. ഇവിടെയാണ് ഞാൻ ഓക്കെ കൊടുക്കേണ്ടത്. എ മൈനസ് ബിയിൽ ബി അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് എനിക്ക് ബ്രിക്കിൻ്റെ ഏരിയ. അതുപോലെ തന്നെ എനിക്ക് കോൺക്രീറ്റും വേണ്ടേ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമെൻഷൻ 14x14 ആണ്. ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 12x12 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഗെയിൻ ക്രിയേറ്റിനകത്ത് പോയി ഏരിയാസിനകത്ത് പോയി ബൈ സെൻറ്റർ ആൻഡ് കോർണർ എടുത്തു. 0 0 14 14 കൊടുത്തു, അപ്ലൈ കൊടുത്തു. അടുത്തത് 0 0 12 12 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ 2 ഏരിയാസ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് എനിക്ക് വേണ്ട കോൺക്രീറ്റിൻ്റെ ഏരിയ. ഇത് ഞാൻ എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്? ഓപ്പറേറ്റിനകത്ത് ബോളിയൻസിനകത്ത് സബ്ട്രാക്റ്റിനകത്ത് ഏരിയാസിൽ പോവുക. ഈ ഹൈലൈറ്റ് ചെയ്ത ഏരിയ തന്നെയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അതേ, ഞാൻ ഉദ്ദേശിക്കുന്ന അതാണ്. എൻ്റെ എ മൈനസ് ബിക്കകത്ത് എ എന്ന് പറയുന്ന ഈ ഏരിയ ആക്കണമെങ്കിൽ ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കണം. ഓക്കെ, അടുത്തത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു. ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ, നെക്സ്റ്റ് അടിച്ചു. ഇതാണ് ഓക്കെ. ഇനി ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ എനിക്ക് കോൺക്രീറ്റ് കിട്ടും. ഇപ്പം ഞാൻ മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് മെഷാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ മെഷിങ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ മെഷ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു സാധനം നമ്മൾ മെഷ് ആട്രിബ്യൂട്ട്സിൽ പറയും. നമ്മൾ നേരത്തെ എലമെൻ്റ് ആട്രിബ്യൂട്ട്സ് എടുത്തതുപോലെ മെഷ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. മെഷ് ആട്രിബ്യൂട്ട്സിനകത്ത് നമ്മൾ ഡീഫോൾട്ട് ആട്രിബ്യൂട്ട്സിനകത്ത് മെറ്റീരിയൽ നമ്പർ 1 ആണോ 2 ആണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഏരിയ മാത്രം മെഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം 1 അതായത് കോമ 1 അതായത് 1 എന്ന് പറയുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ ഏരിയ മാത്രം മെഷ് ചെയ്യും. ഓക്കെ, അടുത്തത് ഡിഫോൾട്ട് ആട്രിബ്യൂട്ട്സ് മാറ്റിയിട്ട് ഈ ഏരിയ മാത്രം മെഷ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. കാരണം ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓപ്പറേറ്റിനകത്ത് ഇവിടെ ഒരു ബൂളിയൻസിനകത്ത് തന്നെ ഒരു ഗ്ലൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഗ്ലൂ, അതായത് നമ്മൾ ഇത് മുതൽ ഈ ഏരിയയും തമ്മിൽ നമ്മൾ ഗ്ലൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്ലൂ കൊടുത്തിട്ട് ഏരിയാസ് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഏരിയാസും കൂടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയും നമ്മൾ എന്തായി? ഗ്ലൂ ആയി കഴിഞ്ഞു. ഗ്ലൂ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മെഷ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി അതിന് കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണ്ടിന്യൂറ്റി വേണം. കണ്ടിന്യൂറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇങ്ങോട്ടേക്കുള്ള ലോഡ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകത്തില്ല. അപ്പോൾ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഗ്ലൂ ചെയ്യുന്നത്. ഗ്ലൂ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അടുത്ത് നമ്മൾ മെഷിങ്ങിനകത്തേക്ക് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീഫോൾട്ട് ആട്രിബ്യൂട്ട്സ് എൻ്റെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന മെറ്റീരിയൽ മോഡലാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന മെറ്റീരിയൽ മോഡലാണ്. സോ പ്ലെയിൻ 55 തന്നെയാണ്, 1 ആണ്. ഓക്കെ, ഇതിന് അടുത്തത് ഞാൻ എന്ത് ചെയ്യണം? മെഷ് ടൂൾസ് എടുക്കും. ഏരിയാസ് ആണ്, മെഷ് കൊടുക്കുകയാണ്. ഈ ഏരിയ ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് അല്ലേ? ഏരിയ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കും. അപ്പോൾ ഈ ഏരിയ മാത്രം എന്തായി? മെഷായി. അതൊന്ന് എൻലാർജ് ആയതാണ് കേട്ടോ. ആ ഏരിയ മാത്രമായിട്ട് കാണിച്ചതാണ്, എൻലാർജ് ആയതാണ്, അത് പോയതല്ല. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടിനകത്ത് മൾട്ടി പ്ലോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ സാധനം വന്നു കണ്ടോ. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് സൈസ് കൺട്രോളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് നമുക്ക് മെഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിയ മെഷാണ്. സൈസ് കൺട്രോൾ കൊടുത്തിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ മോഡിഫൈ മെഷ് കൊടുക്കാം. മോഡിഫൈ മെഷ് റിഫൈനറ്റ് ഏരിയാസ് കൊടുക്കാം. ഈ ഏരിയാസ് വേണമെങ്കിൽ പിക്ക് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു മെഷ് കിട്ടി ഉണ്ടോ. അത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഇവിടെ തന്നെ ഏരിയാസ് സെറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ എലമെൻറ്റ് എഡ്ജ് ലെങ്ത് ഒരു 1 or 2 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള മെഷ് കിട്ടും. ഞാൻ അത് അടുത്തതിൽ കാണിച്ചു തരാം, അടുത്ത് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് ഞാൻ എന്ത് ചെയ്യണം? എഗെയിൻ മെഷ് ആട്രിബ്യൂട്ട്സിൽ പോയിട്ട് എനിക്ക് അടുത്ത ഏതാണ്? ബ്രിക്കിൻ്റെ സാധനമാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ? ബ്രിക്ക് എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. സോ ഞാൻ ഇതിലേക്ക് പോയിട്ട് ഡിഫോൾട്ട് ആട്രിബ്യൂട്ട്സ് എടുക്കുകയാണ്. 1,
2 എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ 2 വെച്ചിട്ടാണ് അടുത്ത ഞാൻ മെഷ് ടൂൾസ് എടുത്തു. മെഷ് ടൂൾസ് ഇവിടെ വന്ന് ഏരിയാസ് ഞാൻ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഏരിയാസ് ഇതല്ല എനിക്ക് വേണ്ടത്, നെക്സ്റ്റ് ഇതാണ്. ഓക്കെ ഓക്കെ കൊടുക്കുകയാണ്. ഞാൻ എലമെൻറ്റ് എഡ്ജ് ലെങ്ത് 1 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ ഞാൻ എലമെൻറ്റ് എഡ്ജ് ലെങ്ത് 1 വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, മെഷ് ചെയ്തിട്ടില്ല. മെഷ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഏരിയ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഓക്കെ കൊടുക്കുമ്പോഴേ അതാവത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ എനിക്ക് കണ്ടോ ഒരു കണ്ടിന്യൂസ് മെഷീൻ കിട്ടി. ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് മെഷീൻ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ലോഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ലോഡെന്ന് പറയുന്നത് ഇൻസൈഡ് സർഫസിൽ 10ഉം ഔട്ട്സൈഡ് സർഫസിൽ 140ഉമാണ്. അപ്പോൾ ആ ലോഡെന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ് കേട്ടോ. ഡിഫൈൻ ലോഡ്സ്, അപ്ലൈ തെർമൽ ലോഡ്സ് ആണ്, ടെമ്പറേച്ചറാണ്, ഓൺ ലൈൻസ് ഏതാ പുറത്ത് 4 ലൈൻസും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ടെമ്പറേച്ചറാണ്, പുറത്ത് എത്രയാണ് 140, അപ്ലൈ കൊടുക്കുക. അതേപോലെ അകത്ത് 4ഉം സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അകത്ത് എത്രയാണ് 10 ആണ്. ഓ തിരിച്ചാണല്ലേ, തിരിച്ചാണ്, സോറി. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓൾ ലോഡ് ഡേറ്റ ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. തെർമൽ, അതായത് പുറത്ത് 10ഉം അകത്ത് 140 ആണ്. സോ ടെമ്പറേച്ചർ ഓൺ ലൈൻസ്, അകത്ത് 4ഉം സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ടെമ്പറേച്ചർ 140, അപ്ലൈ കൊടുക്കുക. പുറത്ത് 4ഉം സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ടെമ്പറേച്ചർ 10 കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ലോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ സൊല്യൂഷനിലേക്ക് പോയി അനാലിസിസ് സ്റ്റേറ്റ്, ന്യൂ അനാലിസിസ് സ്റ്റഡി സ്റ്റേറ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ബൈ ഡീഫോൾട്ട് കിടക്കുന്നത്, മാറ്റണമെന്നില്ല. സോൾവ് കറണ്ട് ലോഡ് സ്റ്റെപ്പ് കൊടുക്കുക. സൊല്യൂഷൻ ഇസ് ഡൺ. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമൈൻ ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ജനറൽ പ്രോസസ്സിങ്ങിൽ പോവുക, റീഡ് റിസൾട്ട്, ലാസ്റ്റ് സെറ്റ് എടുക്കുക. പ്ലോട്ട് റിസൾട്ട്സിനകത്ത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, കോണ്ടൂർ പ്ലോട്ട്, നോഡൽ സൊല്യൂഷൻ, നോഡൽ ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ നോഡൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാം. നോഡൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ സേവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലക്സസ്. ഓരോ ലെയറിലൂടെയുള്ള ഹീറ്റ് ഫ്ലക്സസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒന്നിൽ തെർമൽ ഫ്ലക്സ് നമുക്ക് നോഡൽ എടുക്കാം. എലമെൻ്റ് എടുത്താലും നമുക്ക് എലമെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് ഈച്ച് ലെയറിലൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എലമെൻറ്റിലേക്ക് പോകാം. heat flux എടുക്കും, thermal flux എടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി element wise stress distribution. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.